രാഹുലിന്റെ 10 ജൻപദ് വസതിയിൽ നടന്നത് നിർണായക കൂടിക്കാഴ്ച. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ച അക്ഷരാർത്ഥത്തിൽ മോദിയെയും യോഗിയെയും ഞെട്ടിക്കുകയാണ്. ഡിസംബർ 4-ന് രാഹുലിനെ തടഞ്ഞ അതേ കൂട്ടർ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇതാണ് ചരിത്രം കുറിച്ച പ്രതിപക്ഷ നേതാവ് എന്നാണിപ്പോൾ രാജ്യം മുഴുവൻ പറയുന്നത്. അങ്ങോട്ടേക്ക് വിട്ടില്ലെങ്കിൽ തന്റെ ജനത തന്നെ തേടി ഇങ്ങോട്ട് വരുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാഹുലിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന നീണ്ട മണിക്കൂർ കൂടിക്കാഴ്ച. സംഭൽ ഇരകളുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദില്ലിയിലെ 10 ജൻപദിൽ വെച്ച് വൈകിട്ടോടെയായിരുന്നു കൂടിക്കാഴ്ച. സഹോദരിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നേരത്തെ കുടുംബാംഗങ്ങളെ കാണാൻ UP-യിലേക്ക് പുറപ്പെട്ട രാഹുലിനും പ്രിയങ്കയ്ക്കും സർക്കാർ പ്രവേശനം നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നത്. ഡിസംബർ 4-നായിരുന്നു രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെ 30ഓളം വരുന്ന കോൺഗ്രസ് നേതാക്കൾ സംഭലിലേക്ക് തിരിച്ചത്. എന്നാൽ ഇവരെ ഗാസിയാബാദ് അതിർത്തിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകളും വാഹനങ്ങളും നിരത്തിയായിരുന്നു പോലീസ് റോഡ് അടച്ചത്. ഏകദേശം 2 മണിക്കൂറോളം കോൺഗ്രസ് സംഘം അതിർത്തിയിൽ തുടർന്നെങ്കിലും പോലീസ് അനുമതി നൽകിയില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് സംഭലിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകരുതെന്ന് നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം 10 വരെയായിരുന്നു വിലക്ക്. രാഹുലിന് മുന്നിൽ സംഭാലിൽ വെടിയേറ്റ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ BJP ഇല്ലാത്ത ന്യായവാദങ്ങൾ നിരത്തി എത്രയൊക്കെ രാഹുലിനെ തടഞ്ഞാലും ശരി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ അവരെ കണ്ടിരിക്കും. അതാണിപ്പോൾ രാഹുലിന്റെ വസതിയിൽ നടന്നതും. താനടക്കം 5 പേർക്കെങ്കിലും അനുമതി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അംഗീകരിച്ചില്ല. തുടർന്ന് സർക്കാരിനെതിരെ രാഹുൽ അതിരൂക്ഷമായി പ്രതികരിച്ചിരുന്നു. താൻ തനിച്ചു പോകാൻ തയ്യാറാണ്, പോലീസും തനിക്കൊപ്പം വന്നാലും പ്രശ്നമില്ല. എന്നാൽ അതൊന്നും അവർ അംഗീകരിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നാൽ അനുമതി നൽകാമെന്നാണ് പോലീസ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ അവകാശത്തിനെതിരെയാണിത്. ഭരണഘടനാ വിരുദ്ധമാണിത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അവിടുത്തെ ജനങ്ങളെ കാണുകയാണ് വേണ്ടത്. എന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ പോലും സർക്കാർ അനുവദിക്കുന്നില്ല. ഇതാണ് പുതിയ ഇന്ത്യ. ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ. ഞങ്ങളുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഷാഫി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് നവംബർ 24-നുണ്ടായ സംഘർഷത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ക്ഷേത്രത്തിൽ സർവേ നടത്തണമെന്ന സിവിൽ കോടതി ഉത്തരവിന് പിന്നാലെയാണ് മേഖലയിൽ പ്രതിഷേധം ഉടലെടുത്തത്. അതേസമയം സർവേ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ കോടതിയോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.